ഉമ്മയിച്ചതായിരുന്നു. നിന്റെ മോനെയും കുട്ടി നേരത്തെ തന്നെ വീട്ടിലേക്ക്? പിന്നെ പണ്ട് തന്നെ സുഖമില്ലാത്തതല്ലേ, ശ്വാസം മുട്ടലും കൊരിയെല്ലാം ഉള്ളതല്ലേ, അതുകൊണ്ട് മാഷ് വിളിച്ചിട്ട് പോയതാണ് ഞാൻ ഇവനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടിയൊക്കെ പല അസുഖങ്ങളും അല്ലേ, ചിലത് പുറത്ത് കാണിക്കും, ചിലത് അറിയാണ്ട് പോവും. എന്ത് ചെയ്യാനാ, ചികിത്സയ്ക്ക് വല്ലാണ്ട്. പാവം കുട്ടിക്കാലത്ത് തന്നെ ഗുളിക പിടിച്ച് തടലും. മോനെ ഹരി, മോൻ പഠിച്ച് വലിയ ആളാണ് കേട്ടാ. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. എന്നാ ശരി. എടീ, നീ നമ്മളെ കാര്യങ്ങൾ വീട്ടിൽ അച്ഛനോട് സംസാരിച്ചോ? അങ്ങനെ വെച്ച് നീട്ടി കൊണ്ടുപോയിട്ട് എന്ത് കാര്യമാണ്? എന്തായാലും നമ്മൾ ഒരുമിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ സംസാരിക്കല്ല നല്ലത്. അല്ലടാ ഹരി, നീ ഫോൺ കൂടി മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു കുപ്പീൻ്റെ ഒരു ബിരിയാണീൻ്റെ വകുപ്പൊന്നുമില്ലേ? എന്തെന്നാ ഇത്? എടോ ചങ്ങായി, നിങ്ങളെ കല്യാണം ഇപ്പം എങ്ങാനും നടക്കുമോ? അതൊന്നും പ്രശ്നമല്ല, നമുക്ക് റെഡിയാക്കാം. ഒഴിയടാ രണ്ടെണ്ണം കൂടിയോ. എടാ ഹരി, ഇന്റെ ശൃംഗാരം നിർത്തിയിട്ട് ഞങ്ങളെ കൂടെ രണ്ടെണ്ണം അടിക്കേ. എടാ എന്തിനാ ഇനി മാട്ടാണ്ട് അവനെ നിർബന്ധിക്കുന്നേ? എനിക്ക് അറിഞ്ഞൂടോ അവൻ്റെ അസുഖത്തിൻ്റെ കാര്യമല്ലോ. ഓ, അത് ഞാനങ്ങ് മറന്നുപോയി, സോറി ഇടാ. എടി, ഇതപ്പം ഞാൻ വിളിക്കാം, ഒരു മിനിറ്റ്, ഇപ്പോൾ വിളിക്കാം. അപ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, പിന്നെ കാണാം. ഓക്കേടാ, ശരിടാ. എന്തായാലും നമുക്ക് ഹരീനെ കൊണ്ട് 2 പെങ്കടിപ്പിക്കണം. ഡാ അവനെ വിടടാ, അവൻ പണ്ടേ കഴിക്കാറില്ലല്ലോ. അതൊക്കെ നമുക്ക് കഴിപ്പിക്കാം, അവനും തുടങ്ങട്ടെ. അതെ, അവൻ മാത്രം അത്ര വലിയ മാന്യനായിട്ടൊന്നും നടക്കണ്ട. ഡാ ഞാനൊരു കാര്യം പറഞ്ഞു, നാളെ ഹരിയുടെ ബർത്ത്ഡേ ആണ്. അവനെ കൊണ്ട് സാധനം വാങ്ങിച്ച അവനും കൂടി കൊടുത്തോണ്ട് നമ്മൾ ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചാലോ? അയ്യോ, നമുക്ക് ഷെയറിന് ഒരാളും കൂടി ആയല്ലോ എന്നാ. ഇല്ലടോ, നമ്മൾ ഹരിനെ കാണുന്നില്ല, ഓനോട് പോയി. എന്താടാ നമ്മളെ ഹരി വരുന്ന? ഡാ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞോ? കേക്കൊക്കെ കട്ട് ചെയ്യാം, സമയമുണ്ടല്ലോ. ഓ ആയിക്കോട്ടെ, നിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഇഞ്ഞു ഞങ്ങളോട് കമ്പനി ആക്കിയേ മതിയാവും. ചങ്ങായിമാരെ, എന്നെ ഇങ്ങനെ നിർബന്ധിക്കല്ലേ, എനിക്കിതൊന്നും ശീലമില്ലാത്തതല്ലേ. മക്കളെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അവനെ ഇങ്ങനെ നിർബന്ധിക്കരുതെന്ന്. അത് മാത്രമല്ല, അവൻ സുഖമില്ലാത്തൊരാളും കൂടിയല്ലേ. ഇനിയൊന്നും മുണ്ടാണ്ടൊക്കെ എങ്ങായേ, ഇങ്ങനെ തന്നെ ഓരോന്ന് ശീലമായിരുന്നു. ഇതൊന്ന് കുടിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കടാ. എടാ ഇനി അതങ്ങ് കഴിക്ക്, അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയിക്കടാ. എടാ നീ അതങ്ങ് കഴിക്ക്. എടാ ഇതൊന്ന് കഴിക്കുമൊത്തേ, കഴിക്ക്. എന്തെന്നാടാ കഴിക്കടാ. മെലിക്കടാ, മെലിക്ക്. എനിക്കെന്തൊരു അസ്വസ്ഥത പോലെ ഉണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. എടാ സൂക്ഷിച്ച് പോണേടാ.
എടാ ഹരി അവിടെ വീണ്. എന്താടാ പറ്റിയേ? ഹരി എഴുന്നേക്കടാ, എഴുന്നേക്കടാ. ഹരി ഹരി എണീക്ക്. എന്താടാ പറ്റിയേ? ഹരി ഹരി എടാ ഹരി എന്താടാ പറ്റിയ എനിക്ക്? എണീക്കടാ, എണീക്കടാ. ഹരി എഴുന്നേക്കടാ, എണീക്കടാ. അയ്യോ എൻ്റെ മോന്, എൻ്റെ മോൻ പോയല്ലോ. അയ്യോ എൻ്റെ മോന്, എൻ്റെ മോൻ പോയല്ലോ. നമ്മളെ കാരണമല്ലടാ അവനിങ്ങനെ സംഭവിച്ചേ. ഞാൻ അന്നേരം പറഞ്ഞില്ലടാ അവനെ നിർബന്ധിക്കില്ലെന്ന്. നമ്മുടെ ഈ ലഹരി ഉപയോഗം കാരണം നമുക്കിതൊന്നും തിരിച്ചറിയാൻ പറ്റാതായി പോയല്ലടാ. ഇവിടെ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ തന്നെയാടാ തെറ്റുകാറ്. നമ്മുടെ ഈ ലഹരി ഉപയോഗം കാരണം നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട്, ഇനിയും നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് നിർത്താം, ഇത് ഇവിടെ വെച്ച് നിർത്താം. ഇനിയൊന്നും വേണ്ട. ഇനിയും ലഹരി നമ്മൾ ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇവിടെ ഇനി ആരും വരാനില്ലല്ലോ, നമ്മൾ ബോർഡ് എടുക്കുക കേട്ടോ. ഞങ്ങളോട് ക്ഷമിക്കടാ. അയ്യോ എൻ്റെ മോനെ, അയ്യോ എൻ്റെ മോന്, എൻ്റെ മോൻ പോയല്ലോ. പൊതുസമൂഹമേ, ന്യൂ ജനറേഷൻ പിള്ളേരെ, എനിക്ക് നിങ്ങളോടായി പറയാനുള്ളത്, നിങ്ങളെ കണ്ടുകൊണ്ട് ഇവിടെ ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ ആവട്ടെ. നമ്മളെ കാർന്നു നിന്നുന്ന നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ ഇനി ഉപയോഗിക്കില്ല എന്നും അതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന ബോധ്യവും നിങ്ങളിൽ തന്നെ ഉണ്ടാവട്ടെ. ജീവിതമാണ് നമ്മുടെ ലഹരി.